ഒരു ഹാക്കർ എങ്ങനെയാണ് SMB സർവീസിനെ അറ്റാക്ക് ചെയ്യാന്നറിയോ? ഇന്ന് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു SMB സർവീസിനെ എന്യൂമറേറ്റ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു SMB എന്താണെന്ന് പറഞ്ഞുതരാം. SMB പറഞ്ഞാൽ സെർവർ മെസ്സേജ് ബ്ലോക്ക്. ഒരു ലോക്കൽ നെറ്റ്വർക്കിൽ ഈ ഫയൽസ്, ഫോൾഡേഴ്സ്, പ്രിന്റേഴ്സ് അങ്ങനത്തെ ഡാറ്റയെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഡിവൈസിൽ ഒരു കമ്പ്യൂട്ടറിലോ ഒരു ഫയലുണ്ട്, അത് മറ്റുള്ള ആ ലോക്കൽ നെറ്റ്വർക്കിൽ മറ്റുള്ള ഡിവൈസസിൽ ആക്സസ് ചെയ്യണം. ഈ SMB പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ മറ്റുള്ള ഡിവൈസസിന് അത് ആക്സസ് ചെയ്യാം. ഡൗൺലോഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് അതിൽ കണക്ട് ചെയ്ത് ആ സിസ്റ്റത്തിൻ്റെ ഫയൽസിനെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ലോക്കൽ നെറ്റ്വർക്കിൽ ഷെയർ ആക്കിയ ഫയൽസിനോ അല്ലെങ്കിൽ ഫോൾഡേഴ്സിനോ പറയുന്ന പേരാണ് SMB ഷെയർ. കാരണം എല്ലാ ഫയൽസിനും അങ്ങനെ ആക്സസബിൾ ആക്കില്ലല്ലോ, ആ ആക്സസബിൾ ആക്കിയ ഫയൽസിന് പറയുന്ന പേരാണ് SMB ഷെയർ. SMB സർവീസസ് അറ്റാക്ക് ചെയ്യാൻ അവിടെ യൂസ് ചെയ്യുന്നത് ട്രൈഹാക്ക്മിയിലെ നെറ്റ്വർക്ക് സർവീസസ് എന്ന് പറഞ്ഞ ലാബാണ്. ഇവിടെ നമുക്ക് IP അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് 10.48.149.88. കാളി ലിനക്സ് ഓപ്പൺ ചെയ്ത് ടെർമിനലിൽ nmap കമാൻഡ് യൂസ് ചെയ്ത് അതിനെ സ്കാൻ ചെയ്ത് ഏതൊക്കെ ഓപ്പൺ പോർട്ട്സ് ഉണ്ട് അതിൻ്റെ വേർഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് nmap -small letter s capital letter V എന്ന് കൊടുത്ത് IP അഡ്രസ് അടിക്കുക. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ പോർട്ട് 22-ൽ ഒരു SSH സർവീസ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ പോർട്ട് 139-ൽ ഒരു NetBIOS സാംബ, ഇതിൽ SMB സർവീസ് റൺ ചെയ്യുന്നുണ്ട്. ഞാൻ 445-ൽ അതേ തന്നെ ഒരു സാംബ റൺ ചെയ്യുന്നുണ്ട്. ഡീഫോൾട്ടായിട്ട് SMB റൺ ചെയ്യുന്ന പോർട്ട് പറയുന്നത് 445-ഉം 139-ഉം ആയിരിക്കും. സാംബ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ വിൻഡോസ് മാത്രമല്ലാണ്ട് ലിനക്സ്, യൂണിക്സ് അങ്ങനത്തെ ഡിവൈസസ് എല്ലാം ഒരു ക്രോസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഈ സാംബ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു SMB സർവീസസ് ആ സിസ്റ്റത്തിൽ റൺ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ അതിന് ആ ഷെയർഡ് ഫയൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് SMB ക്ലയൻറ്റ്. അപ്പോൾ ആ ഫയൽസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാനുള്ള അതൊരു കമാൻഡ് ലൈൻ ടൂളാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഫയൽസ് എല്ലാം ആക്സസ് ചെയ്യുക. അപ്പോൾ അതിന് SMB ക്ലയൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് -L എന്ന് ടൈപ്പ് ചെയ്ത് // കൊടുത്ത് IP അഡ്രസ് കൊടുക്കുക, എന്നിട്ട് വീണ്ടും // കൊടുക്കുക. അപ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് ഇല്ലാണ്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കണം, കാരണം നമ്മുടെ ഒരു പാസ്വേഡ് ഒന്നും ഇല്ല കൊടുക്കാൻ. അപ്പോൾ വെറുതെ എൻ്റർ അടിച്ചു വെച്ചാൽ ആക്സസ് കിട്ടുമോ എന്ന് നോക്കണം. പാസ്വേഡ് ഒന്നും കൊടുക്കാണ്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്കൊരു ആക്സസ് കിട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ 4 ഷെയർസ് ഉണ്ട്: നെറ്റ് ലോഗോൺ, പ്രൊഫൈൽസ്, പ്രിന്റ്, IPC പറഞ്ഞിട്ട്. ഇനി ആ ഓരോ ഷെയർസിനും റീഡ് ചെയ്ത് എന്തെങ്കിലും സെൻസിറ്റീവായ ഫയൽസ് ഉണ്ടോ എന്ന് നോക്കണം. അതിന് ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് SMB ക്ലയൻറ്റ് // IP അഡ്രസ്സ് ഒരു // കൊടുത്തിട്ട് ആ ഷെയറിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് നെറ്റ് ലോഗോൺ ആണ് നോക്കുന്നത്, അപ്പോൾ അതിന് ടൈപ്പ് ചെയ്യുക, ആക്സസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പാസ്വേഡ് ഒന്നും അടിക്കാനില്ല, അപ്പോൾ എൻ്റർ അടിക്കുക. അപ്പോൾ ഇതിൽ ആക്സസ് ഇല്ല, ഫെയിൽഡാ കാട്ടണം. ഇനി അടുത്തത് നോക്കാം, പ്രൊഫൈൽസ്. സെയിം കമാൻഡ് അടിക്കുക, അവിടെ നെറ്റ് ലോഗോൻ്റെ അവിടെ പ്രൊഫൈൽസ് ടൈപ്പ് ചെയ്യുക. ഇവിടെയും പാസ്വേഡ് ഒന്നും കൊടുക്കാതെയാണ് നമ്മൾ കയറാതെ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ആക്സസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫയൽസ് ഉണ്ട് എന്ന് നോക്കണം. LS കമാൻഡ് യൂസ് ചെയ്യുക ലിസ്റ്റ് ചെയ്യാൻ. ഇതിൽ കുറേ ഫയൽസ് ഉണ്ട്: ക്യാഷ്, പ്രൊഫൈല്, സ്യൂഡോ ആസ് അഡ്മിൻ സക്സസ്ഫുൾ, ബാഷ് ലോഗൗട്ട്, അങ്ങനെ കുറേ ഫയൽസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ഓരോന്നും റീഡ് ചെയ്യണം. ഇതിൽ D എന്ന് കൊടുത്തത് ഡയറക്ടറീസും DH കൊടുത്തത് ഹിഡൻ ഡയറക്ടറി. അതിന് നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ഫയലോ ഫോൾഡേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഡോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നെങ്കിൽ ലിനക്സിൽ അത് ഹിഡൻ ഡയറക്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഹിഡൻ ഫയലായിരിക്കും. ഇതിലുള്ള ഓരോ ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്ത് റീഡ് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഇതിലിപ്പോൾ ഹിഡൻ അല്ലാത്ത ഒരു ഫയലുണ്ട്, വർക്കിംഗ് ഫ്രം ഹോം information.txt പറഞ്ഞിട്ട്. അതിനൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗെറ്റ് യൂസ് ചെയ്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗെറ്റ് കമാൻഡ് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഏത് പാത്തിലാണ് ഉള്ളത് അതിൽ ആ ഫയൽ ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഈ ഡൗൺലോഡ്സിലുള്ള പാത്തിലാണ് ഉള്ളത്, അപ്പോൾ അതിനുള്ളിൽ ആ ഫയൽ ഉണ്ടാവും. ഇനി വേറെ ഏതെങ്കിലും പാത്ത് കൊടുക്കണമെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്താൽ ആ പാത്തിൽ പോയി ഡൗൺലോഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ കമാൻഡ് ടൈപ്പ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുക. ഗെറ്റ് കമാൻഡ് കൊടുത്ത് ആ കൊട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിൽ വർക്ക് ഫ്രം ഹോം information.txt എന്ന് കൊടുക്കണം. എന്നാലേ ഇത് ഡൗൺലോഡ് ആവുള്ളൂ പ്രോപ്പറായിട്ട്. കാരണം ഈ കമാൻഡ് സ്പേസിന് ശേഷമുള്ള ഇത് റീഡ് ചെയ്യില്ല, അതിന് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വേർഡും ഒരു സിംഗിൾ ഇതാക്കിയിട്ട് അതിനെ റീഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ പോയി ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ ആ ഫയൽ കാണാം. അതിനെ റീഡ് ചെയ്യാൻ വേണ്ടി കാറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ജോൺ കാക്ടസ് പറഞ്ഞിട്ട് ഒരു യൂസറിനെ കാണാം. ഇതിൽ പറയുന്നത് ഒരു പാൻഡമിക് കാരണം എല്ലാ എംപ്ലോയീസിനും വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു SSH ആക്സസ് ഉണ്ട് മെയിൻ സെർവറിൽ. അപ്പോൾ സെർവറിൽ SSH ഉണ്ട്. അപ്പോൾ അതിൻ്റെ വല്ല ഡീറ്റെയിൽസും കിട്ടി വെച്ചാൽ
നമുക്ക് ആ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പാസ്വേഡോ പ്രൈവറ്റ് കീയോ അങ്ങനെ എന്തെങ്കിലും കിട്ടി വെച്ചാൽ. SSH എന്ന് പറഞ്ഞാൽ ഒരു റിമോട്ട്ലി കണക്ട് ചെയ്യാൻ പറ്റും ഒരു സിസ്റ്റത്തിലേക്ക് കമാൻഡ് ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് സെക്യൂർ വേയിൽ റിമോട്ട്ലി കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എന്തെങ്കിലും നല്ല യൂസ്ഫുള്ളായ എന്തെങ്കിലും ഉണ്ടാകും നോക്കാം ഇതിൽ. അടുത്തൊരു .ssh പറഞ്ഞിട്ടൊരു ഹിഡൻ ഡയറക്ടറി കാണുന്നുണ്ട്. അതിലൊന്ന് കയറി നോക്കാം. അതിനുവേണ്ടി CD കമാൻഡ് യൂസ് ചെയ്ത് .ssh അടിക്കുക. .ssh ഫയലിൻ്റെ ഉള്ളിൽ കയറിയത് കാണാം ഇവിടെ. അപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ 3 ഫയലുണ്ട്. ID_RSA ID_RSA.pub. അപ്പോൾ ഈ 2 ഫയൽ നമുക്കിനി ഡൗൺലോഡ് ചെയ്യണം. അതിന് ഗെറ്റ് കമാൻഡ് യൂസ് ചെയ്ത് ആ ഫയലിൻ്റെ പേര് കൊടുക്കുക. ID_RSA ഡൗൺലോഡ് ചെയ്യുക. ഇനി അടുത്തത് ID_RSA.pub ഡൗൺലോഡ് ചെയ്യുക. ഇനി നമ്മുടെ നോർമൽ കാളി ലിനക്സിൽ പോയിട്ട് അവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ അത് കാണാം. കാറ്റ് കമാൻഡ് യൂസ് ചെയ്ത് ID_RSA റീഡ് ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് കീ ആണ്. പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് ഒരു ലോഗിൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പാസ്വേഡ് വേണം. നമ്മുടെ കയ്യിൽ പാസ്വേഡ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഈ കീ യൂസ് ചെയ്ത് SSH ലോഗിൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു സെക്യൂർഡ് വേ പറയുന്നത്. ഇനി അടുത്തത് RSA.pub കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഒരു യൂസറിനെ കാണാം, cactus@polo_smb പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു യൂസർ നെയിമാണ്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഇനി SSHൽ ലോഗിൻ ചെയ്യലാണ് നമുക്ക് അടുത്ത പരിപാടി. കാരണം നമ്മുടെ കയ്യിൽ ഒരു SSH കീ ഉണ്ട്. അതിന് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മുടെ RSA കീയിൻ്റെ പെർമിഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ ആ ഫയലിന് എങ്ങനെ പെർമിഷൻ അലോക്കേറ്റ് ചെയ്തത് അറിയാൻ വേണ്ടി ലിസ്റ്റ് കമാൻഡ് യൂസ് ചെയ്ത് -l കൊടുക്കുക. എന്നിട്ട് ഫയലിൻ്റെ നെയിം ID_RSA. ഈ -l യൂസ് ചെയ്ത് ആ ഫയലിൻ്റെ മൊത്തം ഡീറ്റെയിൽസും കിട്ടും. ലൈക്ക് ഫയൽ ടൈപ്പ്, പെർമിഷൻ, ആ ഫയലിൻ്റെ സൈസ് എത്രയാണ്, യൂസർ ആരാണ്, ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ഡേറ്റ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ RWR ആൻഡ് R പറഞ്ഞിട്ട് ഒരു ഇത് കാണാം. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ലിനക്സ് സിസ്റ്റത്തിൽ ഒരു ഫയലിന് പെർമിഷൻ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതിൽ 3 ആൾക്കാരാണ് ഇതിൽ മെയിനായിട്ടുള്ളത്: യൂസർ, ഗ്രൂപ്പ്, അതേഴ്സ്. അപ്പോൾ അതിന് ഒരു യൂസർ പറഞ്ഞാണ് അതിൽ മെയിൻ ഓണറോ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത ആൾ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് മെമ്പേഴ്സ്. അതേഴ്സ് പറഞ്ഞാൽ ആ സിസ്റ്റത്തിലുള്ള വേറെ ആൾക്കാർ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ യൂസർ മാത്രം ആ ഫയലും റീഡും റൈറ്റും ചെയ്യാൻ പറ്റുള്ളൂ എന്നത് ആ പെർമിഷൻ മാറ്റി കൊടുക്കണം. കാരണം മറ്റുള്ളവർക്ക് റീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ കീയിൻ്റെ ആവശ്യമേ ഇല്ല. R എന്ന് ഉദ്ദേശിക്കുന്നത് റീഡ്, W റൈറ്റ്, പിന്നെ X പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുക, ഒരു പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ. അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് chmod 600. ഇനി ലിസ്റ്റ് ചെയ്തിട്ട് നോക്കി വെച്ചാൽ ആ യൂസർ ഫസ്റ്റ് പറഞ്ഞ ഈ യൂസറിന് മാത്രമേ ഇത് റീഡ് റൈറ്റും ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ എല്ലാം ബ്ലാങ്ക് ആണ്. കാരണം അവർക്ക് ഇനി ആക്സസ് ഇല്ല അതിന് വേണ്ടി ഇങ്ങനെ പെർമിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫയൽ പെർമിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ SSH ലോഗിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. SSH ടൈപ്പ് ചെയ്ത് -i ID_RSA നമ്മുടെ പ്രൈവറ്റ് കീയിൻ്റെ പേര് കൊടുക്കുക. ഈ -i ഇവിടെ യൂസ് ചെയ്യുന്നത് കാര്യം പാസ്വേഡിന് പകരം പ്രൈവറ്റ് കീ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് -i അവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ്. ഇനി അടുത്ത് നമ്മുടെ യൂസർ നെയിം. അപ്പോൾ നമ്മൾ അപ്പോഴേ കിട്ടിയ ആ ഫയലിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു cactus പറഞ്ഞിട്ട് ഒരു യൂസർ നെയിം. അത് കൊടുത്തിട്ട് @ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ് കൊടുക്കുക. എൻ്റർ അടിച്ചു വെച്ചാൽ നമുക്ക് അതിൻ്റെ ആക്സസ് കിട്ടും. അപ്പോൾ കാണാം ഇവിടെ നമുക്ക് cactus@polo_smb പറഞ്ഞൊരു സെർവറിൽ നമുക്ക് റിമോട്ട് കണക്ഷൻ കിട്ടി. ഓക്കെ, അതിന് ഇനി smb.txt പറഞ്ഞൊരു ഫയൽ കാണാം ലിസ്റ്റ് ചെയ്ത് നോക്കി വെച്ചാൽ. അതിനെ റീഡ് ചെയ്തപ്പോൾ നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്. അതോടെ ഈ ലാബ് കംപ്ലീറ്റ് ആവണം. ഈ കീ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു SMB സർവീസിൽ വൾണറബിലിറ്റി കാരണം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒരു സെർവറിൽ റിമോട്ട്ലി കണക്ട് ചെയ്യാൻ പറ്റി നമുക്ക്. ഇവിടെ ഈ SMB അനോണിമസ് ലോഗിൻ ഇനേബിൾ ചെയ്തത് കൊണ്ടാണ് ഇതിലുള്ള ഫയൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റിയത്. ഒരു പാസ്വേഡ് പോലും ടൈപ്പ് ചെയ്യാതെ നമ്മൾക്ക് ഇതിൽ കയറാൻ പറ്റി. അതുമാത്രമല്ല ഒരു RSAൻ്റെ പ്രൈവറ്റ് കീ അവർ ആ SMBയിൽ ഷെയർ ചെയ്തു. കാരണം ആ എംപ്ലോയീസിനെല്ലാം SSH യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യണമെങ്കിൽ ആ കീ ആവശ്യമുണ്ട്. പക്ഷെ അവരതിനെ സെക്യൂർ ചെയ്തില്ല പ്രോപ്പർലി. അത് ഒരു പാസ്വേഡ് പോലും ടൈപ്പ് ചെയ്യാതെ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെയായിരുന്നു ആ SMB സർവീസസ് അവൈലബിൾ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഈസിയായി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി.